പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ട് പറ്റുന്നു. അത്രയ്ക്ക് മാനസികമായിട്ട് എന്തോ ഓക്കെ ആണെങ്കിൽ ചേച്ചിനെ ഒന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടൊന്ന് സംസാരിക്കോ? അങ്ങനെ രേണു ചേച്ചി ഭയങ്കര കരച്ചിലാണ്. എനിക്ക് എങ്ങനെയും വീട്ടിൽ പോകണം, കുഞ്ഞുങ്ങളെ കാണണം എന്നുള്ള ഒരു വിഷമമാണ് പറയുന്നത്. അപ്പം നൂറ പറയുന്നുണ്ട്, സാരില്ല ചേച്ചി വിഷമിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രധാന കാരണം തന്നെ ശാരിക പുറത്തു പോയി. ശാരികയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്. രേണുവിന് ആ ഹൗസിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തിരുന്നത് ശാരികയാണ്. സാരമില്ല എന്നൊക്കെ പറയുന്നു. പല കാര്യങ്ങളിലും ഉന്തിത്തള്ളി വിടുന്നതും ശാരിക തന്നെയായിരുന്നു. അക്ബറിനോട് ക്ഷമിക്കേണ്ട എന്ന് പറയുന്ന കാര്യങ്ങളായാലും അക്ബറിനെ വെറുതെ വിടരുതെന്നുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ ശാരികയായിരുന്നു. ശാരിക അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് കാര്യം വന്നാലും അക്ബറിന്റെ പേരാണ് രേണു സെലക്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ കണ്ടു. എല്ലാത്തിലും ഒപ്പം നിന്നത് ഈ ശാരികയാണ്. അങ്ങനെ ശാരിക പുറത്തു പോയതോടുകൂടി അപ്പോൾ രേണുവിന് ആകെ സങ്കടമായി. അതുമാത്രമല്ല ശാരിക പുറത്തു നിന്നിട്ടൊരു ഡയലോഗും കൂടെ, നീ കരയേണ്ട, വിഷമിക്കൊന്നും വേണ്ട, അടുത്ത ആഴ്ച നീ ഉണ്ടാവുന്നു. എന്താ പറയണേ നോക്ക്. ധൈര്യം കൊടുക്കുന്നതിന് പകരം അവിടെ ഒരു തീ ഇട്ടിട്ട് പോയി രേണുവിൻ്റെ നെഞ്ചിൽ. അതുമാത്രമല്ല ഈ വീക്കെൻഡ് എപ്പിസോഡിൽ സ്റ്റോർ റൂമിൽ എന്തോ ഒരു സാധനം വന്നിട്ടുണ്ട്, രേണു പോയി എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗിൽ ആരേട്ടൻ ഒന്ന് മേലേക്കൊന്ന് അനങ്ങാൻ. അതോടുകൂടി ഒന്നുകൂടെ സങ്കടമായി. കാരണം എല്ലാവരും അങ്ങ് ഒരു ഇത് പറയുവാണല്ലോ, ഇങ്ങനെ ഇരുന്നാൽ പറ്റൂലാന്ന്. ഇത് തന്നെയാണ് നമ്മളും പറയണേ. ഒന്ന് ഗെയിം കളിക്കുന്ന അനങ്ങിയൊക്കെ ഗെയിം കളിക്കുക. ഇതെന്ത് ഇത് ഒരുമാതിരി എവിടെയെങ്കിലും പോയിരുന്ന അവിടെ അങ്ങനെ ഇരിക്കും. അങ്ങനെയല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ഗെയിമൊക്കെ ഒന്ന് കളിച്ച് കാണാൻ ആഗ്രഹമുണ്ടല്ലോ. ഇതിലേറെ ആഗ്രഹിക്കുന്നവരുടെ ആരാധകരാണ്. പി ആർ വർക്കിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ഞെങ്ങി ഞെരുങ്ങാണ് രേണുസുതിയുടെ എന്തെങ്കിലും ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നിട്ട് കിട്ടുമില്ല. എന്ത് ചെയ്യാൻ എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമോ? ലൈവൊക്കെ കാണുമ്പോൾ അതിനകത്ത് വരുന്ന കമൻറ്റുകൾ, രേണു ചേച്ചി എന്തിയെ കാണുന്നില്ലല്ലോ, പുറത്ത് പോയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവരുടെ പ്രസൻസ് അത്ര കുറയുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലും അവരുടെ ആരാധകർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ. പക്ഷേ സത്യമല്ലാതെ ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കപ്പടിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് ഗെയിം കളിച്ചിട്ട് ഇപ്പം അവിടെ കിടന്ന് കരഞ്ഞ് കൂവുകയാണ്. അങ്ങനെ അവസാനം ഗതിദ്രയില്ലാതെ നമ്മുടെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചു. റൂമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളാണ് പറയണത്. അപ്പോൾ ബിഗ് ബോസ് പറയേണ്ടത്, രേണു ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് വന്ന വ്യക്തിയല്ലേ, അപ്പോൾ ഇതൊക്കെ തരണം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതേ ബിഗ് ബോസ് ഞാൻ തരണം ചെയ്യണം, ഞാൻ തരണം ചെയ്ത വ്യക്തിയാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ആരാധകരെ നിരാശരാക്കരുതെന്ന് പറയുമ്പോൾ ഒട്ടും ഞാൻ നിരാശരാക്കില്ല എന്ന് പറയുന്നു. ഞാൻ സത്യമായിട്ട് ചോദിച്ചാൽ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടൊന്നും അങ്ങനെ ഏൽപ്പിച്ചിട്ട് വരുമ്പോഴാണ് എനിക്കൊരു ധൈര്യം എപ്പോഴും മനസ്സിൽ. ചേട്ടൻ അവിടെ തന്നെ ഉണ്ട്, പിള്ളേരുടെ കൂടെ തന്നെ ഉണ്ട്. ശേഷം പറയാണ്, സുധിച്ചേട്ടൻ എൻ്റെ കുട്ടികളോടൊപ്പം അവിടെ ഉണ്ട്, എൻ്റെ കുട്ടികളെ ഇപ്പോൾ സുധിച്ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് സുധിച്ചേട്ടൻ എൻ്റെ ഒപ്പം ഇവിടെ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ മനുഷ്യൻ്റെ ഒരു ഗതികേട് നോക്കണേ, ബിഗ് ബോസിൽ വരണം, പിന്നെ വീട്ടിൽ പോയി പിള്ളേരെ നോക്കണം. എന്തൊരു കഷ്ടം എൻ്റെ പൊന്നു രേണു സുധി. ഈ സുധി എന്നുള്ള പേര് പറഞ്ഞ് നിങ്ങൾ ആ മനുഷ്യനെ ഇങ്ങനെ നാണം കെടുത്തിയത് മതി. ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിലേക്ക് വലിച്ചു കയറാൻ എന്തിനാ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു? യാതൊരു ലോജിക്കും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വളവളാന്ന് പറയും. എന്നിട്ട് ചുമ്മാ ആ മനുഷ്യനെ അങ്ങ് പേരുദോഷം കേൾപ്പിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പം പറയുന്നത് സുധിച്ചേട്ടൻ വീട്ടിൽ പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുവാന്ന്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം എന്നോടുണ്ട്, സുധിച്ചേട്ടൻ എൻ്റെ ഒടൊപ്പമുണ്ട്, എന്നെ അടുത്ത് തന്നെയാണ്. ആ പ്രസൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ നന്നായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെ ഞാൻ ഇന്ന് തൊട്ട് ഞാൻ ശ്രമിക്കും. ഇത്ര ദിവസത്തെ പോലെ എത്ര ദിവസം ഇവിടെ നിൽക്കുമെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഇന്ന് മുതൽ ഞാൻ മെന്റലി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ തളരത്തില്ല, ഞാൻ പിടിച്ചു നിൽക്കും. അങ്ങനെ രേണു ബിഗ് ബോസിന് വാക്ക് കൊടുത്തു. ഓക്കെ ബിഗ് ബോസ്, ഞാൻ നന്നായി പെർഫോം ചെയ്യും, എൻ്റെ ആരാധകർക്ക് വേണ്ടി നന്നായി ഗെയിം കളിക്കും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടാണ് കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം വന്ന ഒരു ആക്റ്റീവായിട്ടൊന്നും നമ്മൾ കാണുന്നൊന്നുമില്ല ലൈവ് കാണുമ്പോൾ. കാരണം പുള്ളിക്കാരി ആകെ ഡള്ളാണ്. എങ്ങനെയും വീട്ടിൽ പോകണം, കിച്ചുവിനെ കാണണം, ഋതപ്പനെ കാണണം, എൻ്റെ മക്കളാണ്, എനിക്ക് അവരെ കണ്ടേ പറ്റൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരച്ചിലാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു സ്ഥിരം പരിപാടിയായി മാറിയേക്കുവാണോ എന്നൊരു സംശയം. കാരണം ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞാൽ അടുത്തൊരു വീക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഈ കരച്ചിൽ നാടകം എവിടെ നിന്ന് വരുന്നു എന്ന് അറിയത്തില്ല. എന്തെങ്കിലും ഒരു വിഷയമുണ്ട് പുള്ളിക്കാരിക്ക് കരയാൻ വേണ്ടിയിട്ട്. ഒന്നും കിട്ടിയില്ലെങ്കിൽ കിച്ചുവിൻ്റെ പേര് പറഞ്ഞു കളയും, ഇല്ലെങ്കിൽ ഋതപ്പൻ്റെ പേര് പറയും, ഇതല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ പേര് പറയും. ഇതൊന്നും അല്ലാതെ വേറെ വിട്ടിട്ടൊന്നും ചെയ്യാനില്ല. എന്തായാലും രേണുസുതിയുടെ ആരാധകർ കാത്തിരിക്കുന്ന പോലെ നമുക്ക് കാത്തിരിക്കാൻ. രേണുസുതി നല്ല ആക്റ്റീവായിട്ട് വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ല ആക്റ്റീവായിട്ട് വന്നിട്ടുള്ള ആ ഗെയിമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ആ ഫ്ലവർ അല്ല ഫയറാന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് രേണു അവിടെ എന്തെങ്കിലും ഒന്ന് മിണ്ടുമെങ്കിലും ചെയ്യുക, ആൾക്കാരൊന്ന് അറിയട്ടെ രേണുസുതി. അറ്റ്ലീസ്റ്റ് രേണുസുതിനെ പി ആർ വക്സുകൾ ആരാധകരൊന്ന് കാണട്ടെ, ഞങ്ങൾ അവിടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് അവരറിയട്ടെ. ഒളിച്ചിരുന്ന് കളിക്കുന്നത് ചേച്ചിക്ക് എന്തോ അങ്ങനെ പയ്യെ കളിച്ച് കയറുന്ന ഒരാളായിട്ടാണ് ചേച്ചിക്ക് രേണുസുതിയായിട്ട് തോന്നുന്നത്. അല്ലെങ്കിൽ മൈൻഡ് ഗെയിമാണോ? ഒരിക്കലും ഈ ഓൺലൈൻ മീഡിയാസിന് രേണുസുതിയെ കുറിച്ച് എന്താണ് എല്ലാവരും പറയുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. 100 ഡേയ്സ് രേണുസുതി അവിടെ ഉണ്ടാകുമോ എന്നാണ് കലാപരിസരിയോട് ചോദിക്കുന്നത്. ഒറ്റ വായിൽ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അത് ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് കലാപരിസരിക പറയുന്നത്. അത് ആ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇത് വെറുതെ അവിടെ പോയതാണെന്നാണ്. ഒരു ഇപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞ ഡയലോഗോ കാര്യങ്ങളോ ഒന്നും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണുന്നില്ല. ആ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരച്ചിൽ, എന്ത് പറഞ്ഞാലും അവരെ പോയിന്റ് ചെയ്യരുത് ആരും. ആര് പോയിന്റ് ചെയ്താലും പിന്നെ കരച്ചിലാണ്, പിന്നെ അങ്ങ് മാറിയിരിക്കലാണ്. ആ ഒരു ചാട്ടം പുറത്ത് കിടന്ന് ചാടി മറിഞ്ഞതൊന്നും അകത്ത് കാണുന്നില്ല. അപ്പോൾ ഇതാണോ രേണുസുതി യഥാർത്ഥത്തിൽ എന്ന്. കാരണം രേണുസുതിയുടെ കുറേ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു, രേണു നീ ബിഗ് ബോസിൽ പോകണം,
ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, നീ ആരെന്ന് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്റുകളൊക്കെ കണ്ടിരുന്നു ഫേസ്ബുക്കിലൊക്കെ ആയിട്ട്. പറയുന്നത് മറ്റൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. എന്തായാലും മറ്റുള്ള ബിഗ് ബോസ് അപ്ഡേഷനുമായി ഉടനെ എത്താം. ബൈ.